ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മെയ് 11 ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സ്റ്റേജ് 1 എക്സാം നടന്നു. ആ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. നേരത്തെ ഒരു ആൻസർ കീ സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞ ഉടനെ. പക്ഷേ അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ വീണ്ടും സ്റ്റുഡൻസ് വീഡിയോയുടെ താഴേക്ക് കമൻറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് ചില ക്ലാരിഫിക്കേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 71ാമത്തെ ചോദ്യം മുതലാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൊക്കാബുലറിയുടെ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ് എന്താണ്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കായിരുന്നു. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ധാരാളമായിട്ടുള്ള ഉപയോഗം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന വാക്ക് ഇവിടെ ഏതാണ്? ഇവിടെ ഒന്ന് ഓപ്ഷനിൽ വെർബോസിറ്റി ഉണ്ട്, അതുപോലെ എലക്കൻസ് ഉണ്ട്, അതുപോലെ കൺസൈസ്നെസ് ഉണ്ട്, ലാക്കോണിസം എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അതിൽ ഈ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. എലക്വൻസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പരിചയമുള്ള, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള വേർഡാണ് എലക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാഗ്മിത്തമാണ് അല്ലേ? അതായത് പ്രസംഗ പാടവം എന്നൊക്കെ പറയാവുന്ന വാഗ്മിത്തം എന്ന അർത്ഥം നൽകുന്നൊരു വേർഡാണ്. ലാക്കോണിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാഗ്മിത്തം അല്ലെങ്കിൽ ഗ്യാരുലസ് എന്നൊക്കെ പറയുന്ന വേർഡ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്? ഗ്യാരുലസ് അതായത് വായാടിയായിട്ടുള്ള ടോക്കേറ്റീവ് ഗ്യാരുലസ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വേർഡാണ് ലാക്കോണിക്. ലാക്കോണിക് എന്ന് പറഞ്ഞാൽ മിതഭാഷി എന്നാണ് അർത്ഥം. എന്താണ് മിതഭാഷി? ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന മിതഭാഷി എന്നാണ് ലാക്കോണിക്. അപ്പോൾ ആ ലാക്കോണിസം അതിൽ നിന്നുണ്ടായിട്ടുള്ളൊരു വേർഡാണ്. അപ്പോൾ ലാക്കോണിസം, അപ്പോൾ കുറച്ച് സംസാരിക്കുന്ന. എലക്വൻസ് വാഗ്മിത്തം. പല ആൾക്കാർക്കും തെറ്റിക്കാൻ സാധ്യതയുള്ളത്, ആൻസർ എഴുതാൻ സാധ്യത എലക്വൻസ് ആണ്. ഇനി വേറൊന്ന് കൺസൈസ്നെസ് എന്ന് പറഞ്ഞാൽ കൺസൈസ് ആയിട്ടുള്ള സംക്ഷിപ്ത രൂപം അല്ലേ? ബ്രെവിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രെവിറ്റി ഇതൊക്കെ നമ്മൾ എക്സാമിന് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടില്ലാണ് ഈ ബ്രെവിറ്റിയൊക്കെ. അപ്പോൾ സംക്ഷിപ്തത അല്ലേ? സംക്ഷിപ്തത എന്നർത്ഥം വരുന്ന വേർഡാണ്. അപ്പോൾ ഇത് മൂന്നും അല്ല. ഇവിടെ വെർബോസിറ്റി, ഈ വെർബ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കല്ലേ വെർബ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്, കൂടുതൽ വാക്കുകൾ വേർഡ്സ് ഇസ് റിലേറ്റഡ് വിത്ത് വെർബ് അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വെർബോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്താണ് പറയുക, വാചാലത എന്ന അർത്ഥത്തിൽ നമുക്ക്, അല്ലെങ്കിൽ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. റൈറ്റിങ്ങിലാണെങ്കിലും സ്പീക്കിങ്ങിലാണെങ്കിലും വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ എക്സസ് യൂസ് ഓഫ് വേർഡ്സ് ആണ്. അപ്പോൾ സംസാരത്തിലാണ് നമ്മൾ പറയില്ലേ വാചാലത, വാക്കുകൾ കൊണ്ടുള്ള കളി. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇനി ആരും സംശയം പറയരുത്, ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് കുറേ ആളുകൾ സംശയം വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഐ വോണ്ട്, വാട്ട് ഈസ് വോണ്ട്? വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്, അങ്ങനെയല്ലേ? അതെ, വില്ല് പ്ലസ് നോട്ട് ഈക്വൽ ടു വാണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പ്രസൻ്റാണ്. നമ്മളൊരു റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ഒരു ഒരു സെൻറ്റൻസ് പ്രസൻ്റ് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ഈ വോണ്ട് എന്നുള്ളത് പ്രസൻ്റാണ്. അപ്പോൾ ഈ വിൽ നോട്ട് എന്നുള്ളത് എന്താവും? വില്ലിൻ്റെ പാസ്റ്റ് വുഡാണ് അല്ലേ? ആ വുഡിൻ്റെ എന്നാകും. അപ്പോൾ നമ്മൾ ആദ്യം അത് തപ്പിയാൽ മതി അല്ലേ? കുഡിൻ്റെ, വോണ്ട്, കാണ്ട്, വുഡിൻ്റെ ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം ഇവിടെ ലഭിക്കുകയാണ്. ഷീ സെഡ് ഷീ വുഡൻറ്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പോൾ തന്നെ ഉത്തരം കിട്ടി. പിന്നെ ചില ആൾക്കാർക്കുള്ള ഒരു സംശയം, ഇവിടെയൊക്കെ ദാറ്റ് ഉണ്ട്, സെഡ് ദാറ്റ്. ഇവിടെ എന്തുകൊണ്ട് ദാറ്റ് ഇല്ല? റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ സാധാരണ സെഡ് കഴിഞ്ഞാൽ ദാറ്റ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ് അല്ലേ? എന്നാൽ നമ്മൾ ടോൾഡിൻ്റെ ഒന്നും കൂടെ എന്ത് പാടില്ല? ടോൾഡ് ഒന്നും പറയുമ്പോൾ ദാറ്റ് യൂസ് ചെയ്യാനും പാടില്ല. ടോൾഡിൻ്റെ കൂടെ പാടില്ല. സെഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എല്ലായ്പ്പോഴും ദാറ്റ് എഴുതണമെന്ന് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. അതിവിടെ ഹിഡൻ ആക്കി വെക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഈ ടോൾഡൊക്കെ വരുമ്പോൾ നമ്മൾ ടോൾഡ് ദാറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്യില്ല. ടോൾഡ് ഹിം, ടോൾഡ് ഹെർ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക. ടോൾഡ് വരുന്ന സമയത്ത് നമ്മൾ ദാറ്റ് ഉപയോഗിക്കാനും പാടില്ല. അതായത് ദാറ്റ് ഉപയോഗിക്കാൻ പാടുള്ളിടത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം, നോ പ്രോബ്ലം, അത് ഹിഡൻ ആക്കി വെക്കാം.
ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല, അപ്പോൾ അത് തെറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സംശയമൊന്നുമില്ല, ഓപ്ഷൻ ഡി തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 73ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ മസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ. പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പുല്ലിംഗം സ്ത്രീലിംഗവുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു വൊക്കാബുലറി ക്വസ്റ്റനാണ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ രൂപത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹിസ് സ്ട്രൈപ്സും. അത് സ്ട്രിപ്പ് ഉണ്ടാവില്ല, നമുക്കിങ്ങനെ വര ഉണ്ടാവും ടൈഗറിൻ്റെ മുകളിൽ അല്ലെ കടുവയുടെ മുകളിൽ. അപ്പോൾ ടൈഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകടുവയാണ്. നമുക്കറിയാം ടൈഗർ ആണാണ് അല്ലേ, മസ്കുലിൻ ജെൻഡറാണ്. അതിൻ്റെ ഫെമിനൈൻ ജെൻഡറാണ്, FG ആണ് എന്ത്, ടൈഗ്രസ് അല്ലേ, ടൈഗ്രസ്. ഇനി അടുത്ത വിക്സൺ എന്ന് പറയുന്ന നമുക്കറിയാം, ഫോക്സ് എന്ന് പറയുന്ന കുറുക്കൻ്റെ പെൺകുറുക്കനെയാണ് നമ്മൾ വിക്സൺ എന്ന് പറയുന്നത്. ഇതൊക്കെ എത്രയോ തവണ ഈ വിക്സണൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തവണ അത് വ്യത്യസ്തമായ രൂപത്തിലാണെന്ന് മാത്രം. സ്റ്റാലിയൻ എന്ന് പറയുന്നത് കുതിരയാണ്, സ്റ്റാലിയൻ ആൺകുതിര, സ്റ്റാലിയൻ പെൺകുതിര, മയർ അല്ലേ. ഓക്കെ, യെസ്. ഇനി ദ ലയൺ ഈസ് നോൺ ഫോർ മയർ അല്ലേ. ഓക്കെ, ദ ലയൺ ഈസ് നോൺ ഫോർ ഹണ്ടിങ് സ്കിൽസ്. ലയൺ സിംഹമാണെങ്കിലോ ലയണസ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ടൈഗ്രസ് അത് സ്ത്രീലിംഗാണ്, വിക്സൺ സ്ത്രീലിംഗാണ്, മെയറല്ല. പിന്നെ ഏതാണ്, സ്റ്റാലിയൻ പുല്ലിംഗാണ്, ലയൺ പുല്ലിംഗാണ്. അപ്പോൾ ലയൺ പുല്ലിംഗമാണെങ്കിൽ ഇവിടെ ഹിസ്സാണ് വേണ്ടത്, ഇവിടെ ഹെർ വരാൻ പാടില്ല. സ്റ്റാലിയൻ പുല്ലിംഗമായതുകൊണ്ട് ഇവിടെ ഹിസ്സാണ് പ്രോനൗൺ, ശരിയാണ്. വിക്സൺ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഇവിടെ ഹിസ് പാടില്ല, തെറ്റാണ്. ഹിസ് തെറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ സി മാത്രമാണ് ശരി. കാരണം സ്റ്റാലിയൻ പുല്ലിംഗമാണെങ്കിൽ അതിൻ്റെ പ്രോനൗൺ അല്ലേ, ഫോർ ഹിസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ശരിയായ യൂസേജ്. അപ്പോൾ പുല്ലിംഗം അതിനെയാണ് നമ്മൾ ഹിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരി ഓപ്ഷൻ സി ആണ്. ഇനി ഓക്കെ, 74ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സെലക്ട് ദ സെൻറ്റൻസ് വേർഡ്സ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഒന്ന് ആൻസർ ചെയ്ത് നോക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണോട്ടോ, ഇത് ഞാൻ മയർ എന്ന് പറഞ്ഞാൽ അർത്ഥം വരണേ മേയറാണ്, MRE. ഓക്കെ, 74. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. ഇത് ഒരു ടഫായിട്ടുള്ള ചോദ്യമായിട്ട് വേണം മനസ്സിലാക്കാൻ. കാരണം സാധാരണ നമ്മൾ ഉപയോഗിക്കാത്തൊരു ഇഡിയമാണ്, ഇതൊരു ശൈലിയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ സാഹിത്യത്തിൽ അതുപോലെ ഈ ഫോൾക്ലോർ സ്റ്റോറീസിലൊക്കെ അപ്പോൾ ശുഭപര്യവസായിയായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൈറ്റ് റൈഡ് ഇൻ ടു ദ സൺസെറ്റ് എന്ന് പറയുന്ന ഒരു ഇഡിയമുണ്ട്. നൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യോദ്ധാവാണ് അല്ലേ. നൈറ്റ് റൈഡ്സ് ടു ദ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ സായാഹ്നം എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് 2 എണ്ണത്തിലാണ്. അപ്പോഴേ നമുക്ക് ഓപ്ഷൻ ബിയും ഡിയും തെറ്റാണെന്ന് പറയാം. ഇനി നൈറ്റ് റോഡെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വണ്ടി ഓടിക്കുന്ന റോഡായിപ്പോയി. പക്ഷേ ഈ റൈഡ് എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്ന റോഡെന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കുന്ന വഴി, റോഡ്. പക്ഷേ ഓടിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ റൈഡ് എന്നാണ് പറയുക. റൈഡിൻ്റെ പാസ്റ്റ് എന്താണ്? റോഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇവിടെ ശരി, ഓപ്ഷൻ സി ആണ് ശരി. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം, അതിനകത്തൊരു ഗ്രാമർ പ്രോബ്ലം അവിടെ കിടക്കുന്നുണ്ട്. ഈ സൺസെറ്റ് എന്നുള്ളത് ഇങ്ങനെ ഗ്യാപ്പിട്ട് എഴുതാൻ പാടില്ല. കാരണം അതൊരു ഇറ്റ്സ് എ കോമ്പൗണ്ട് വേർഡ്, അതൊരു കോമ്പൗണ്ട് വേർഡാണ്. പക്ഷേ അത് പിരിച്ചെഴുതാൻ സാധാരണ പിരിച്ചെഴുതാറില്ലാത്ത കോമ്പൗണ്ട് വേർഡാണ്. കോമ്പൗണ്ട് വേർഡ് പിരിച്ചു എഴുതാം. ഇപ്പോൾ നമുക്ക് ക്ലാസ് റൂം അല്ല ഐസ്ക്രീം എന്ന് പറയുന്നത് ഒരുമിച്ച് എഴുതാം. ഐസ് വേറെയും ക്രീം വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. രണ്ടും ശരി തന്നെ, ഇത് കോമ്പൗണ്ട് വേർഡാണ്. എന്നാൽ സൺസെറ്റ് അങ്ങനെ പിരിച്ചെഴുതി കാണാറില്ല. അതുകൊണ്ട് തന്നെ, കാരണം ഇതിന് രണ്ടിനും ഒന്ന് വെർബായതുകൊണ്ട് സണ്ണ് സെറ്റ് എന്ന് പറയുന്നൊരു വെർബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു വെർബായി മാറും. എന്നാൽ സൺസെറ്റ് എന്ന് പറയുന്നത് കൂട്ടി എഴുതി കഴിഞ്ഞാൽ അതൊരു നൗണായി മാറും, സൂര്യാസ്തമയം. മറ്റേത് സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ എഴുതാൻ പാടില്ല. അപ്പോൾ അതൊരു ഗ്രാമർ മിസ്റ്റേക്കാണ്, അത് പ്രിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്കാണെന്ന് നമുക്ക് കരുതാം. എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ശരി ഉത്തരം. അപ്പോൾ അത് നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല, ഉള്ളതിൽ കറക്റ്റ് ഇത് തന്നെയാണ്. ഇനി അതൊക്കെ നമ്മൾ ഈ ചോദ്യം ഇടുന്ന ആൾക്കാരുടെ ചില അശ്രദ്ധകളാണ്.
പല ചോദ്യങ്ങളും അങ്ങനെയാണ്, വലിയ ഗംഭീരമായ സാധനമാണ് അവരടിക്കുക, അതിനകത്ത് ഏറ്റവും ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റ് കൊണ്ട് നമ്മളെ അങ്ങോട്ട് വീഴ്ത്തി കളയാനാണ് ശ്രമിക്കുക. പക്ഷേ ആ വീഴ്ത്തുന്നതിൻ്റെ ഇടയിൽ അവർക്ക് തന്നെ കാലിടറി പോകുന്ന ഒരു രീതിയാണ് ചില ചോദ്യങ്ങളുണ്ടാവുക. വല്ലാതെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഭയങ്കര ചോദ്യമൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില ഇതുപോലെയുള്ള ചില മണ്ടത്തരങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യും. അത് സ്ഥിരമാണ് PSCക്ക്. എനിവേ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. വിച്ച് സെൻറ്റൻസ് യൂസസ് ടു കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി. കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ നമുക്ക് ഫാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഫാസ്റ്റസ്റ്റ്. അപ്പോൾ നമുക്കറിയാം കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റർ ആയിരിക്കും. പക്ഷെ മോർ ഫാസ്റ്റർ എന്ന് പറയില്ല, തെറ്റാണ്. വെറും ഫാസ്റ്റർ മതി അല്ലേ, മോർ ഫാസ്റ്റർ എന്ന് പറയില്ല. ഷീ റൺസ് മോർ ഫാസ്റ്റ് എന്ന് പറയാം, പക്ഷേ എന്നാലും അത് ഇവിടെ ചേരില്ല. ഓക്കെ, മോർ ഫാസ്റ്റർ അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഫാസ്റ്ററാണ് ശരിയായിട്ടുള്ള പ്രയോഗം, അതുകൊണ്ട് അത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഫാസ്റ്റ്ലി എന്ന് പറയുന്ന പ്രയോഗം ഇംഗ്ലീഷിലില്ല. അപ്പോൾ പിന്നെ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നോ പ്രോബ്ലം. ഇനി 76ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. വാട്ട് ഡസ് ഇഡിയം ടു സ്പിൽ ദ ബീൻസ്. ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര ടഫാണോ ചോദിച്ചാൽ ടഫൊന്നല്ല, നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നൊരു ഇഡിയമാണ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പുറത്താക്കുക. ഓക്കെ, സത്യം പുറത്താക്കുക. സാധാരണ PSC ചോദിക്കുന്നത് കള്ളി വെളിച്ചത്താക്കുക, സത്യം പുറത്താക്കുക. വേറൊരു ഇഡിയമുണ്ട്, എന്താണ്, ദ ക്യാറ്റ് എന്താണ് ഔട്ട് ഓഫ് ദ ബാഗ് അല്ലേ, ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ഇത് എപ്പോഴും ചോദിക്കുന്ന, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു രൂപമാണത് സ്പിൽ ദ ബീൻസ്, അല്ലെങ്കിൽ അതിന് വേറെ ഒരു പ്രയോഗം കൂടെ ഉണ്ട്, സ്പിൽ ദ ബീൻ അല്ലാതെ സ്പിൽ ദ ടീ. ടു സ്പിൽ ദ ടീ എന്നൊരു പ്രയോഗമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒന്ന് തന്നെ. ഇതിൻ്റെ അർത്ഥം ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ടു സ്പിൽ ദ ടീ. ഇനി വരാൻ പോകുന്ന ഫേസ് പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ അഡീഷണൽ പറഞ്ഞിരുന്നതാണ്, ശ്രദ്ധിക്കുക. ടു സ്പിൽ ദ ബീൻസ്, ടു സ്പിൽ ദ ടീ, ടു ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, അല്ലെങ്കിൽ എന്താണ് ബ്ലോ ദ വിസിൽ. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്, കള്ളി വെളിച്ചത്താക്കുക, സത്യം പുറത്ത് കൊണ്ടുവരിക. അല്ലെങ്കിൽ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു സംഗതിയുണ്ട്, മേക്ക് എ ക്ലീൻ ബ്രസ്റ്റ് ഓഫ്. ഇത് ഈ അടുത്ത കാലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, ഇതൊക്കെ ഒരേ മീനിങ്, ഒരേ അർത്ഥമുള്ള സംഗതികളാണ്. പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ചോദിച്ചേക്കാം. കാണുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഓക്കെ, അതായത് സത്യം പുറത്താക്കുക എന്ന അർത്ഥത്തിൽ ടു സ്പിൽ ദ ബീൻസ്, ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ടു സ്പിൽ ദ ടീ, ബ്ലോ ദ വിസിൽ, മേക്ക് എ ക്ലീൻ ബ്രസ്റ്റ് ഓഫ്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 77നെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൂസ് എ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വേർബ്. ഇവിടെ പ്രോപ്പർ യൂസ്, വെർബിൻ്റെ പ്രോപ്പറായിട്ടുള്ള യൂസേജിനെ കുറിച്ചാണ് പറയുന്നത്. ദ ചൈൽഡ് ഫോളൻ അസ്ലീപ്പ് ഡ്യൂറിങ് ദ മൂവി. ചൈൽഡ് ഫോളൻ അസ്ലീപ്പ്. ഫോൾ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോവുക, ഫോൾ അസ്ലീപ്പ്, നിദ്രയിൽ ആണ്ടുപോവുക, അല്ലെങ്കിൽ നല്ല ഉറക്കത്തിലേക്ക് വീഴുക. അപ്പോൾ ഫോൾ അസ്ലീപ്പ് ഡ്യൂറിങ് ദ മൂവി എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി എന്നർത്ഥമാണെങ്കിൽ ഫെൽ അസ്ലീപ്പ് ആയിരിക്കും കറക്റ്റായിട്ടുള്ളത്. ഫോളൻ എന്ന് വരികയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഹാസ് ഓർ ഹാവ് അല്ല, പെർഫെക്റ്റ് V3 രൂപല്ലേ, ഹാസ് ഓർ ഹാവ് വേണം. ഫോളിങ് ING വരികയാണെങ്കിൽ ഈസ്, ആം, ആറ് ഓർ വാസ്, വേറെ പോലത്തെ ഒരു ഓക്സിലറി ഇവിടെ വേണം. ഇനി ഇവിടെ ഫോൾഡ് എന്ന് വരികയാണെങ്കിലും, ഫോൾഡ് എന്ന് പറയുന്നൊരു വേർഡില്ല. ഫോളിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഫെല്ലാണ്. ഫോൾ, ഫെൽ, ഫോളൻ ആണ് V3. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. ഇനി നമുക്ക് അടുത്തിലേക്ക് വരാം. 78. റിബേക്ക റിയലി ഈറ്റ് സ്വീറ്റ്സ്. ഇത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളതാണ്. ഈറ്റ്സിനകത്ത് എന്തുണ്ട്, ഡസ് ഉണ്ട്. ഓക്കെ, ഈറ്റ്സിനകത്ത് ഡസ് ഉണ്ട്. ഇനി ഡസിനെ നമ്മളിതാ പുറത്തേക്ക് എടുത്തെഴുതി. ഇനി നമുക്കിതിനെ നെഗറ്റീവ് ആക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, റിയലി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് നമുക്കിത് ഇനി നെഗറ്റീവ് ആക്കാൻ പറ്റില്ല, അത് പോസിറ്റീവായിട്ട് എഴുതണം. റിബേക്ക പെണ്ണായതുകൊണ്ട് ഷീ, ഡസ് ഷീ, ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ഇനി 79. വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദി ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ പൊളിറ്റിക്കൽ കൾച്ചറൽ ഗ്രൂപ്പ്. ഇത് വളരെയധികം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ നോട്ടത്തിൽ റേഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറൽ ഗ്രൂപ്പ് എന്നൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, കൾച്ചറൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം എന്ന അർത്ഥത്തിൽ എത്നിസിറ്റി,
എന്ന് പറയുന്ന അല്ലേ വർഗം എന്ന രൂപത്തിൽ, വംശം എന്ന രൂപത്തിൽ എത്നിസിറ്റിയിലേക്ക് നമ്മൾ പോയേക്കാം. ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഞാനത് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചിരുന്നു. പിന്നീട് വ്യക്തമായിട്ട് ഒന്നുകൂടെ വായിച്ചപ്പോഴാണ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ, ഇവരെയൊക്കെ എക്സ്റ്റർമിനേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്, അതായത് ഇല്ലാതെയാക്കുന്ന പരിപാടിയാണ്. ഇങ്ങനൊരു സംഗതി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ വംശഹത്യ, നരഹത്യ, വംശഹത്യ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാവുന്ന ജീനോസൈഡ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം. സെനഫോബിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വേർഡാണ്. എന്താണ്? ഫോറിനേഴ്സിനോടുള്ള ഭയം, ഫിയർ ഓഫ് ഫോറിനേഴ്സ്. ഓക്കെ, നമ്മൾ ഫോബിയാസ് ആൻഡ് മാനിയാസ് പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്തുള്ള ഒരു വേർഡാണത്. മിസോജിനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, മിസോജിനി, ഗൈന അല്ലേ, റിലേറ്റഡ് വിത്ത് വുമണുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികളാണ്. മിസോജിനി എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധത, സ്ത്രീ വിരുദ്ധത. ഓക്കെ, അപ്പോൾ ഇവിടെ ജീനോസൈഡാണ്, അതായത് വംശഹത്യ, നരഹത്യ, കൂട്ടക്കൊല എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ്. ഇനി അടുത്ത ചോദ്യം 80ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, മെറ്റിക്കുലസ് എന്ന് പറയുന്ന വേർഡാണ്. സ്യൂട്ടബിൾ സിനനിംസ് ഫോർ ദ ഫോളോയിങ് ഓപ്ഷൻ ഫോർ ദ വേർഡ് ഗിവൺ. മെറ്റിക്കുലസ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനനിം അതേ അർത്ഥത്തിൽ വരും. നമ്മൾ മെറ്റിക്കുലസ്ലി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, വളരെ അധികം കാര്യക്ഷമമായി, ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ കെയർലെസ് അല്ല, മെസ്സി അല്ല, അതൊക്കെ നമുക്കറിയാം, അതിൻ്റെ മീനിങ് നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 81ലേക്ക് വരികയാണെങ്കിൽ, വാട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി. ക്വിക്ക്ലി എന്ന് പറയുന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്? നമുക്കറിയാം ലീയിൽ അവസാനിക്കുന്ന പാർട്ട് ഓഫ് സ്പീച്ച് ഏതാ? ആഡ്വെർബാണ്. ആഡ്വെർബുകളാണ് ലീയിൽ അവസാനിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്വിക്ക്ലി, എന്താണ്, ബ്യൂട്ടിഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെർബിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. ഇനി 82ലേക്ക് വരികയാണെങ്കിൽ, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. നെസസറി ശരിയാണ് അല്ലേ, നെസസറി ആവശ്യമുള്ള, ഇത് രണ്ടും തെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻകറക്റ്റായിട്ടുള്ളത് ഇത് രണ്ടുമാണ്. അങ്ങനെയാണെങ്കിൽ 2ഉം 3ഉമാണ് ഉത്തരമായിട്ട് വരിക. ഇൻകറക്റ്റ് 2ഉം 3ഉമാണ് അല്ലേ. യെസ്, ശ്രദ്ധിക്കണം. ഇത് ഞാൻ മുമ്പ് അനാലിസിസ് വന്നപ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തന്നെ തെറ്റിപ്പോയി. നമ്മൾ പെട്ടെന്ന് ശരി ഏതാ നോക്കും, എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ആൻസർ ഇതിലേക്ക് പോകും. അശ്രദ്ധ കൊണ്ട് മിസ്റ്റേക്ക് പറ്റും, അതുകൊണ്ട് സൂക്ഷിക്കണം. ഇങ്ങനത്തെ അബദ്ധങ്ങൾ എനിക്കൊക്കെ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ഇൻകറക്റ്റ് പ്രപ്പോസിഷണൽ യൂസേജ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ, ഹീസ് അലർജിക് ടു ക്യാറ്റ്സ്, അലർജിക് ടു ശരിയാണ്. ഹീസ് ഫോണ്ട് ഓഫ് ശരിയാണ്. ഷീസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഓൺ, ഇവിടെ ഓണാണ് വേണ്ടത്, അതുകൊണ്ട് ഇത് തെറ്റാണ്. ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്, ഇതൊക്കെ ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ സി ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്തതിലേക്ക് വരാം, 84ലേക്ക് വരാം. 84ലേക്ക് വരികയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഇവിടെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ യെസ്റ്റർഡേ, ഇന്നലെ അല്ലേ സ്റ്റോറിൽ പോയി, ശരിയാണ്. ഹി വാക്ക്ഡ് 2 miles ദിസ് മോർണിംഗ്, 2 മൈൽ ഇന്ന് രാവിലെ നടന്നു. അത് വാക്ക്ഡ് എന്ന് പോകണമായിരുന്നു, ഇന്ന് രാവിലെ നടന്ന കേസാണ്, അപ്പോൾ ഇത് തെറ്റാണ്. ദേ ഹാവ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി, അവർ ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഈറ്റഡ് എന്ന് പറയുന്ന പ്രയോഗമില്ല, ഹാവ് ഈറ്റൺ ആണ് വേണ്ടത്, അതാണ് അതിൻ്റെ V3, അതുകൊണ്ട് ഇത് തെറ്റാണ്. വി ആർ ഗോയിങ്, ആറില്ല, അതുകൊണ്ട് ടുമോറോ. വി ആർ ഗോയിങ് അല്ലെങ്കിൽ വി വിൽ ബി ഗോയിങ്, ഒന്നുകിൽ വി ആർ ഗോയിങ് എന്ന് വേണം, അല്ലെങ്കിൽ വിൽ ബി ഗോയിങ് എന്ന് വേണം, അതുകൊണ്ട് ഇതും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്, ഒന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല, അതുകൊണ്ട് നൺ ഓഫ് ദി എബവ് ആണ്. ശ്രദ്ധിക്കുക, പിന്നെയും താഴെ വന്നിട്ട് അത് എ അല്ലേ സി അല്ലേ എന്ന് ചോദിക്കരുത്, ഡി ആണ് കറക്റ്റ്, കാരണം ഉത്തരം ഇല്ലാത്തത് കൊണ്ട് നൺ ഓഫ് ദ എബവ് ആണ് കറക്റ്റ്. ഇനി 85, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈച്ച് ഓഫ് കണ്ടിട്ടുണ്ട്. ഈച്ച് ഓഫ് നമുക്കറിയാം, ഈച്ച് ഓഫ് എന്ന് പറയുന്നത് വൺ ഓഫിൻ്റെ റൂളിലുള്ളതാണ്. വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് അല്ലേ. ഈച്ച് ഓഫ്, വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ദ നമ്പർ ഓഫ് അല്ലേ. ഇങ്ങനത്തെ ഓഫിൽ അവസാനിക്കുന്ന വാക്കുകൾ വരുമ്പോൾ പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് പ്ലൂറൽ, ഇത് സിംഗുലർ വേണമായിരുന്നു, അപ്പോൾ ഇത് തെറ്റ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്
പ്ലൂരൽ ഹാസ് സിംഗുലർ ശരി. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് പ്ലൂരൽ തെറ്റ്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻറ്റ് സിംഗുലർ ഹാസ് എ സിംഗുലർ തെറ്റ്. അങ്ങനെയാണെങ്കിൽ സംശയമൊന്നുമില്ല, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ ചില ആൾക്കാർക്ക് വീണ്ടും തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. കൂടുതൽ പഠിച്ച ആൾക്കാർക്ക് ഇത് തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഈ ദയർ ഒരു പ്ലൂരൽ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഹാസിനെ അത് ബാധിക്കുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും പഠിച്ച ആൾക്കാർക്ക്, കൂടുതൽ നിയമങ്ങൾ പഠിച്ച ആൾക്കാർക്ക് ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോണ്ട. ഈച്ച് ഓഫ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന നൗണ് പ്ലൂറലാണോ വെർബ് സിംഗുലർ ആണോ നോക്കിയാൽ മതി. ഇനി 86 ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദ പാസീവ് വോയിസ്. കറക്റ്റായിട്ട് പാസീവ് വോയിസ് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഇതിനകത്ത് ദ കേക്ക് വാസ് ബേക്കിംഗ്, പാസീവ് വോയിസിൽ വാസ് പ്ലസ് ING വരണമെങ്കിൽ ദ കേക്ക് വാസ് ബീയിങ് വേണമോ അല്ലേ? കണ്ടിന്യൂസ് ടെൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബീയിങ് ഉണ്ടാവണം. മാത്രമല്ല ING ഉപയോഗിക്കാറുണ്ടോ? V3 അല്ലേ ഉപയോഗിക്കാറുള്ളൂ. ദ കേക്ക് വാസ് ബീയിങ് ബേക്കഡ് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ദ ഷെഫ് ഈസ് ബേക്കിംഗ്, ഇതൊരു ആക്റ്റീവ് വോയിസാണ്. കാരണം ഉണ്ടാക്കുന്ന ആളെ ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഒബ്ജക്റ്റ് ആദ്യമാണ് വരേണ്ടത് പാസിയിൽ. അപ്പോൾ ദ ഷെഫ് ഈസ് ബേക്കിംഗ് ദ കേക്ക് ഇൻ ദ ടൗൺ, ഇത് സത്യത്തിൽ ശരിയായ സെൻറ്റൻസ് ആണ്. പക്ഷേ ദിസ് ഈസ് ഓൺലി ആക്റ്റീവ് വോയിസ്, നോട്ട് പാസീവ് വോയിസ്. ദ ബേക്കർ ഹാസ് ബേക്ക്ഡ്, ഇതും ആക്റ്റീവ് വോയിസ്. ദ കേക്ക് വിൽ ബേക്ക് ഇൻ ദ, ഇത് ആക്റ്റീവിലാണ്. ഒരിക്കലും ഇത് ആക്റ്റീവിൽ പറയാൻ പറ്റില്ല. കേക്ക് എന്ന് പറയുന്ന സാധനത്തിന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറ്റും? ജീവിയാണോ? അല്ല. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ അവ പാസീവിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പാസീവിൽ പറയണം, പക്ഷേ ഇത് പാസീവ് അല്ല. കാരണം എന്താ? ദ കേക്ക് വിൽ ബി ബേക്ക്ഡ് എന്ന് വേണം. മനസ്സിലായില്ലേ? ദ കേക്ക് വിൽ ബി ബേക്ക്ഡ് എന്ന് വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻസർ ഇല്ല, നോ ആൻസർ. അപ്പോൾ ദിസ് എന്താണ്? ഇത് ഷുഡ് ബി ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഷുഡ് ബി ഡിലീറ്റഡ്. ഓക്കെ, വിൽ ബി ഡിലീറ്റഡ്. പാസീവ് വോയിസ് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻ അല്ലേ, എന്താ ഇത് പാസീവ് അല്ല ചോദിച്ചിരിക്കുന്നത്. ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി ഡിലീറ്റഡ്. ഡിലീറ്റഡ് V3 ആണ് അല്ലേ? വിൽ ബി ഇതേപോലെ ആവണമായിരുന്നു ഇത്. ഓക്കെ, അങ്ങനെയാണ് ഉത്തരം കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് തെറ്റാണ്. ചോദ്യം ആളുകളുടെ അശ്രദ്ധയാണതെല്ലാം. മനസ്സിലായില്ലേ? ഇനി അടുത്തതിലേക്ക് വരാം. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. I ക്യാപിറ്റൽ എഴുതുന്നത് തെറ്റാ. I കഴിഞ്ഞിട്ട് ആമിൻ്റെ ഓക്സിഡൻ ഇതിനെ ക്യാപിറ്റൽ, ഇത് തെറ്റാ. I ക്യാപിറ്റലാണ്, ഇത് തെറ്റാ. ഓപ്ഷൻ ബി അല്ലേ? സംശയമൊന്നുമില്ല, ഇത് തന്നെയാണ് ശരി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. 88 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിളിൻ്റെ ആൻറ്റണിം എന്താണ്? ഇത് ശ്രദ്ധിക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസം ആൻസർ പറഞ്ഞപ്പോൾ ആദ്യം പെട്ടെന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിരുന്നു, ശ്രദ്ധിച്ചിരുന്നോ? അതായത് കഴിഞ്ഞ അനാലിസിസിൽ, കാരണം ഞാൻ ഇത്രേ വായിച്ചുള്ളൂ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ. അൺകംഫർട്ടബിൾ അതാ കിട്ടിയില്ലേ ഉത്തരം? ആണോ? അല്ല, അവിടെയാണ് അതിൻ്റെ ചതി. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഫോംഡ് വിത്ത് ദ സഫിക്സ്. സഫിക്സ് കൊണ്ട് ആൻറ്റണിം ഉണ്ടാക്കണം. നമുക്കറിയാം കംഫർട്ടബിളിന് 2 ആൻറ്റണിം ഉണ്ട്. കംഫർട്ടബിൾ ഉണ്ട്, കംഫർട്ട്ലെസ്സും ഉണ്ട്. കംഫർട്ടബിളിൻ്റെ ആൻറ്റണിം അൺകംഫർട്ടബിളും കംഫർട്ട്ലെസ്സും. അൺകംഫർട്ടബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രിഫിക്സാണ്, വാക്കിൻ്റെ മുമ്പിൽ ചേർക്കുന്ന പ്രിഫിക്സാണ്. അവസാനം ചേർക്കുന്നതോ സഫിക്സാണ്. പ്രിഫിക്സ് സഫിക്സ് എന്ന് പറഞ്ഞ ഭാഗവും ആൻറ്റണിം എന്ന് പറഞ്ഞ ഭാഗം കൂടെ കൂട്ടിയിട്ട് ഒരു ചോദ്യത്തിൽ ഒപ്പിച്ചിരിക്കുകയാണ് കള്ളന്മാർ. അപ്പോൾ ഇതാണ് ഇവിടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി കേട്ടോ. ഇനി 89 നമ്മൾ വരികയാണെങ്കിൽ ചൂസ് എ സെൻറ്റൻസ് വിത്ത് എ കറക്റ്റ് യൂസ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗിവിൻ. ഇതും ഞാൻ വായിച്ചിരുന്നു ഈ ചോദ്യം. ഇതും ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ ചോദ്യം. ഇതൊക്കെ ചോദ്യം ഇടുന്ന ആൾക്കാർ വല്ല മദ്യപിച്ചിട്ടാണോ ഇടുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ക്ഷമിക്കണം അങ്ങനെ പറയേണ്ടി വന്നത്. കാരണം ഇംഗ്ലീഷിൻ്റെ കാലാകാലങ്ങളുടെ എല്ലാ പരീക്ഷ പേപ്പറിലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ PSC ഒക്കെ എന്നാണ് ഗതി പിടിക്കുകയെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ SSC UPSC ഒക്കെ കണ്ട് പഠിക്കണം. ഒരു ചെറിയൊരു പരീക്ഷ, അതിൽ കൃത്യമായിട്ടൊരു 100 ചോദ്യം ഇടാൻ അവർക്ക് മാസങ്ങളോളം സമയമുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് അരിച്ച് പെറുക്കി ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഒന്ന് വൃത്തിയിലിടുകയാണെങ്കിൽ അല്ലേ, ഒരു മാർക്കെന്ന് പറയുന്നത് ഒരു യുവതി ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാവിയാണ്. എന്നാണ് ഇതൊക്കെ നന്നാവുമെന്ന് എനിക്കറിയില്ല. അവിടെ നോക്കിയേ, ഗിവൻ എന്ന് പറഞ്ഞാൽ വഴങ്ങുക, ഈൽഡ്. ഇത് തന്നെയാണ് ഈ ചോദ്യം ഇട്ട മൂപ്പർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അതിനേക്കാളും വലിയ വിവരം ഇട്ടാക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ,
ഈൽഡിന് ഈ ഗിവിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്, ഹാൻഡ് ഓവർ. കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ കേട്ടോ, ഹാൻഡ് ഓവർ എന്ന് പറയുന്നൊരു അർത്ഥമുണ്ട്. എന്നാൽ ഈ ഹാൻഡ് ഓവർ എന്ന് പറയുന്ന അർത്ഥമുണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ള ഒരാളൊന്നല്ല ഈ ചോദ്യം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഗെയ്വ്, ഇത് ശരിക്കും ഹീ ഗെയ്വ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഇൻറ്റു എന്ന് പറയുമ്പോൾ അതവിടെ സൂട്ടബിൾ അല്ല. ഹി ഗെയ്വ് ഇൻ ഹിസ് ഫ്രണ്ട്സ് അല്ലേ, ഹി ഗെയ്വ് ഇൻ, അദ്ദേഹം വഴങ്ങി. എന്തിന്? ഇവിടെ ഒരു ടു ഉണ്ടെങ്കിൽ ഇത് ശരിയാവുമായിരുന്നു. ഗെയ്വ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്, സുഹൃത്തിൻ്റെ അപേക്ഷയ്ക്ക് വഴങ്ങി, കീഴടങ്ങി അല്ലേ. പക്ഷെ അവിടെ ടു ഇല്ല. ടു എന്ന് പറഞ്ഞൊരു പ്രൊപ്പോസിഷൻ്റെ മിസ്സിങ് ഉണ്ട്. ഗെയ്വ് ഇൻ ദ റിക്വസ്റ്റ് ഓഫ് ഹിസ് ഫ്രണ്ട്, ഗെയ്വ് ഇൻ ദ റിക്വസ്റ്റ് ഓഫ് ഹിസ് ഫ്രണ്ട്, അപ്പോഴും ഗെയ്വ് ഇൻ ടു ദ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നേ. പിന്നെ ഗെയ്വ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്, അതവിടെ ചേരുന്നില്ല. അപ്പോൾ ഏതാ അപ്പോൾ ചോദ്യം ഇട്ട ആൾ ഉദ്ദേശിച്ച ആൻസർ? പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം, ഹാൻഡ് ഓവർ എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹി ഗെയ്വ് ഇൻ ദ റിക്വസ്റ്റ് ഓഫ് ഹിസ് ഫ്രണ്ട്, ഫ്രണ്ടിൻ്റെ അപേക്ഷ കൈമാറി. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണ് കേട്ടോ. ചോദ്യമിട്ട ആൾ ഹാൻഡ് ഓവർ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഗ്രാമർ റൂൾ പ്രകാരം ഇത് ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് എന്താ പറയുക, ചക്ക വീണപ്പോൾ മോയിൽ ചത്തു എന്ന് പറഞ്ഞ സംഭവിച്ചു പോയതാണ്. ഈ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. പക്ഷേ ചോദ്യമിട്ട ആൾ ചിലപ്പോൾ അതല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി ഇങ്ങനെ ചക്ക വീണപ്പോൾ മോയിൽ ചത്തത് കൊണ്ട് ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ആൻസർ കീയിൽ ആൻസർ ആക്കുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ആക്കിയേക്കാം. ഇനി ചോദ്യമിട്ട ആൾ ഉദ്ദേശിച്ച ഉത്തരം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഗെയ്വ് ഇൻ ടു, ഗെയ്വിൻ കഴിഞ്ഞിട്ട് ഒരു ടു കൂടി വേണമെന്ന് ഞാൻ ഇവിടെയൊക്കെ പറഞ്ഞില്ലേ. ആ ടു ഇട്ടപ്പോൾ എൻ്റെ ഇടയിൽ സ്പേസ് കൂടിപ്പോയതായിരിക്കാം. അവിടെ ഒരു പ്രശ്നം നമുക്കറിയാം, ഇന്ന് വേറെയാണ്, ടു വേറെയാണ്, ഇൻറ്റു വേറെയാണ്. ഇത് മൂന്ന് പ്രപ്പോസിഷനാണ്. ഇൻറ്റു വേറെ തന്നെ ഒരു പ്രപ്പോസിഷനാണ്. അങ്ങനെ ഇൻറ്റു എന്ന് എഴുതി വെച്ചാൽ അത് ഒരിക്കലും അതിൻ്റെ അർത്ഥമാവുന്നില്ല. അപ്പോൾ ഇത് സ്പേസ് കൂടിപ്പോയതായിരിക്കും. നേരത്തെ സൺസെറ്റിന് വന്ന അതേ പ്രശ്നം ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ പറ്റിയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവർ ഇതിന് മാർക്ക് കൊടുത്തേക്കാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിത് മാർക്ക് ശരിയെന്ന് പറയാം. ഇതും താഴത്തെയും ശരിയാണ്. അതുകൊണ്ട് അത് നമുക്ക് വരുന്ന പോലെ കാണാം. ഓക്കെ, ഇനി ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ 2 ചോദ്യം ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് ജെറൻഡർ. അത് നമുക്ക് നോക്കിയാൽ മതി. എൻജോയ് എന്ന് പറയുന്ന ആദ്യത്തെ വെർബാണ്. ഇതിലെന്തായാലും ING വരില്ല, ജെറണ്ട് വരില്ല. രണ്ടാമത് വരുന്ന വെർബാണ് ജെറണ്ടായിട്ട് വരിക. അപ്പോൾ ടു സ്വിം അല്ല, സ്വിം അല്ല, സ്വിമ്മിങ്, ജെറണ്ട് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ. ഒരു സാമാന്യം പഠിക്കുന്ന സാമാന്യമല്ല, അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഒരു 16-17 മാർക്ക് വരെയൊക്കെ കിട്ടാം. ഡിലീഷൻ ഒഴിവാക്കി കഴിഞ്ഞിട്ട് 16-17 മാർക്ക് വരെ കിട്ടാം. ഒക്കെ ഒരു നല്ല ഒരു മുടുമുടുക്കനായിട്ടുള്ള ഒരു കുട്ടിക്ക്, നന്നായി പഠിക്കുന്ന ഇംഗ്ലീഷൊക്കെ. എന്നാലൊരു മിനിമം സ്റ്റാൻഡേർഡുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഒരു 12-15 മാർക്ക് ആയിരിക്കും ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന് കിട്ടുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 12-ന് താഴേക്ക് മാർക്കുള്ള ആൾക്കാർ ഇനിയും കുറേ പുരോഗമിക്കണം, ഇനിയും നന്നായിട്ട് ക്ലാസ്സുകൾ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു പ്ലസ് കോഴ്സ്, അതായത് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഒരു 60 ഡേയ്സിൻ്റെ LDCക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഈ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ 8921 പെയ്ഡാണ്. ഫ്രീ ഉണ്ട്, ഫ്രീ യൂട്യൂബിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫ്രീ ഒന്നും അങ്ങനെ കുട്ടികൾ വലിയ വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് 8921331609 LDC കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് LDC ഇംഗ്ലീഷ് കോഴ്സ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, നമ്പർ കാണുന്നില്ല, ഇതാ നമ്പർ ഇതാ. ഓക്കെ, ഈ നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. സോറി. അപ്പോൾ എന്തായാലും ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.